ഫ്രണ്ട്സ്, വണ്ടി മാരുതി സ്വിഫ്റ്റ് ആണ്. 2010 മോഡൽ വണ്ടിയാണ്. അതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ പുള്ളിങ് കിട്ടുന്നില്ല എന്നാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. കസ്റ്റമർ പറഞ്ഞത് അങ്ങനെയാണ്. സെക്കൻഡ് ഗിയറിൽ പുള്ളിങ് തീരില്ല. അതുപോലെ തന്നെ സെക്കൻഡ് തേർഡിലൊന്നും കറക്റ്റായിട്ട് വലിക്കുന്നില്ല. പക്ഷേ EGR ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വണ്ടി ഏകദേശം 1.57 ഓടിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ സെയിം ഫീൽ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ ഇത്തിരി അത്യാവശ്യം കയറി പോകുന്നുണ്ട്. സെക്കൻഡ് തേർഡിലൊന്നും വലിയ സ്പീഡിലങ്ങ് പോകുന്നില്ല സാധനം. ഇതിൽ EGR അഴിച്ച് ക്ലീൻ ചെയ്താണ് ഇവർ വേറെ പുറത്ത് കൊടുത്തിട്ട്. ഇതിപ്പോൾ പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. EGR ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാനിഫോൾഡ് ഇവർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മാനിഫോൾഡിന് ബോൾട്ട് പൊട്ടും അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിനെ പേടിപ്പിച്ച് അത് അഴിക്കാതെ വിട്ടിരിക്കുകയാണ്. എപ്പോഴും EGR അഴിക്കുമ്പോൾ മാനിഫോൾഡും കൂടെ അഴിച്ച് തന്നെ ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആകുള്ളൂ. ആ കറക്റ്റ് പുള്ളിങ് അതിനകത്ത് കിട്ടുള്ളൂ. മോമോയുടെ സ്റ്റിയറിംഗ് ഒക്കെ കയറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് ഏകദേശം നല്ല ഒരു ഓൾട്രേഷൻ വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റൊക്കെ എടുത്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ലൊരു ഫീലുണ്ട് വണ്ടി ഇരിക്കാനും അതുപോലെ തന്നെ ഓടിക്കാനൊക്കെ നല്ലൊരു ഫീലുണ്ട്. അപ്പോൾ അങ്ങനെ മാനിഫോൾഡ് അവർ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചിട്ട് മാനിഫോൾഡ് ഒന്ന് അഴിച്ച് നോക്കണം. EGRൻ്റെ EGR അസംബ്ലി അഴിച്ചാൽ തന്നെ നമുക്കറിയാം മാനിഫോൾഡിനുള്ളിൽ എത്രത്തോളം ഡസ്റ്റ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് അതൊന്ന് നോക്കണം. അതുപോലെ തന്നെ എയർ ഫ്ലോ സെൻസറും എയർ മാസ് സെൻസറും ഇൻ്റർകൂളറും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ വർക്കും ആ പുള്ളിങ്ങും കറക്റ്റായിട്ട് അതിനകത്ത് വരുള്ളൂ, വർക്കും പക്കയാവുള്ളൂ. പിന്നെ വേറൊരു കംപ്ലയിൻറ്റ്, ലെഫ്റ്റ് സൈഡ് കടകടകടാന്ന് സൗണ്ട് ഉണ്ട്. ഹെവി അല്ല, എപ്പോഴും കിട്ടില്ല. നല്ല കട്ടറിലൊക്കെ വീഴുമ്പോൾ അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെയും സൗണ്ട് ഇതിനകത്ത് ഫുൾ ടേൺ ചെയ്തിട്ട് നമ്മൾ കാല് കൊടുത്ത് എടുക്കുമ്പോൾ കട്ടക്കട്ടാന്ന് പൊട്ടുന്ന സൗണ്ട്, ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ സൗണ്ടും ഹെവി ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. പിന്നെ ഓവറോൾ ഫുൾ ചെക്കപ്പ് ഒന്ന് എടുത്തിട്ട് വേണം ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട്. മെയിൻ കംപ്ലയിൻറ്റ് ഇതാണ്. പക്ഷേ ക്ലച്ചിൻ്റെ ഭാഗമൊന്നും വലിയ കുഴപ്പമില്ല. ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് ക്ലച്ചും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 1,57,000 ആയിട്ട് ഇനി ടൈമിംഗ് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതൊന്ന് കസ്റ്റമറിനെ വിളിച്ച് ചോദിക്കണം. അതും കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് എല്ലാം കൂടെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും EGR മാനിഫോൾഡ് എന്തായാലും അഴിക്കണം. അതിന് പുള്ളിങ്ങിന് നല്ല കുറവുണ്ട് ഇതിനകത്ത്. അതുപോലെ എയർ മാസ് സെൻസറും എയർ ഫ്ലോ സെൻസറും ഇൻ്റർകൂളറും ഇതും കൂടെ അഴിച്ച് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ക്ലച്ച് ഇതിനകത്ത് വലിയ കുഴപ്പമില്ല. പക്ഷേങ്കിൽ ചെറിയൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ചവിട്ടുമ്പോൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. ക്ലച്ച് എപ്പോൾ മാറി എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് ഇൻഫോം ചെയ്തിട്ട് കസ്റ്റമറെ ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞിട്ട് നോക്കിയിട്ട് അതിനകത്ത് എല്ലാ വർക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ടൈമിങ്ങിൻ്റെ ലീക്ക് ഹെവി ആയിട്ടുണ്ട്. നമ്മൾ ക്രാങ്ക് കേസിൽ ഹെവി ലീക്ക് നമ്മൾ ക്രാങ്ക് കേസ് അഴിച്ച് മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റീപേസ്റ്റ് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. അതുപോലെ തന്നെ ടൈമിംഗ് കവറൊന്നും നമ്മൾ ടെൻഷനറിൻ്റെ ഗ്യാപ്പ് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡെമ്മി കവറുണ്ട് ഇതിനകത്ത്. അവിടെ നിന്നാണ് ഹെവി ആയിട്ട് ലീക്ക് വരുന്നത്. പിന്നെ ഈ സൈഡിൽ നിന്ന് ചെറിയൊരു ലീക്ക് ഉണ്ട്. അത് നമുക്ക് അഴിച്ച് റീസെറ്റ് ചെയ്യണം. അതുപോലെ ഇതും നമുക്ക് അഴിച്ചിട്ട് റീപേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് റീസെറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ബ്രീത്തറിൽ വരുന്ന ഓയിൽ സെപ്പറേറ്റർ ഉണ്ട്. അതിൻ്റെ ഹോസും ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അത് നമുക്ക് മാറ്റാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ക്ലച്ചും കൂടെ അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചും നമുക്ക് ഇതിനകത്ത് മാറ്റണം. വാൾവ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചിട്ടുണ്ട്. അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ഡസ്റ്റ് ഉണ്ട്. നേരത്തെ അഴിച്ച് ക്ലീൻ ചെയ്തതാണ്, എങ്കിലും ഇതിൽ അത്യാവശ്യം നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാനിഫോൾഡ് കൂടെ അഴിക്കണം. മാനിഫോൾഡിൽ അത്ര വലിയ ബ്ലോക്ക് ഇതിനകത്ത് ഇല്ല. കണ്ടില്ലേ, അത്ര വലിയ ബ്ലോക്ക് ഇതിനകത്ത് ഇല്ല. എങ്കിലും നമ്മൾ അതൊന്ന് മാനിഫോൾഡൊന്ന് അഴിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് പക്കയാക്കണം. അപ്പോൾ ഓയിൽ ലീക്കിൻ്റെ കാര്യം നിർത്തിയിട്ട് നമുക്ക് ഇനി ബാക്കി മാനിഫോൾഡിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഓയിൽ ലീക്ക് കാര്യങ്ങൾ നല്ല ഹെവിയാണ്. അടിയിൽ കൂടെ നല്ലോണം ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് അറസ്റ്റ് ചെയ്തിട്ട് നമുക്കിനി മാനിഫോൾഡും കൂടെ ഒന്ന് അഴിച്ചിട്ട് പക്കയായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മുടെ ഗിയർ ബോക്സ് അഴിച്ചിട്ടുണ്ട്. ഈ സൈഡും കംപ്ലീറ്റ് ഓയിലാണ്. കണ്ടില്ലേ, എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റ് ലീക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലൈ വീലും കൂടെ ഇറക്കിയിട്ട് അതിൻ്റെ റിയർ എൻഡ് ഓയിൽസിലും കൂടെ നോക്കണം എന്താ കണ്ടീഷൻ എന്നുള്ളത് നോക്കണം. എന്തായാലും നമുക്ക് ക്ലച്ച് സിലിണ്ടർ മാറ്റണം. ക്ലച്ച് സിലിണ്ടർ നല്ല ഷെയ്ക്കായിട്ടുണ്ട്. ലീക്ക് വന്നിട്ടില്ലെങ്കിലും നമുക്കിനിയിപ്പോൾ ഇത് ചെയ്യുമ്പോൾ കയ്യോടുകൂടി ചെയ്താൽ തന്നെ അതിന് ലൈഫ് ഉണ്ടാവുള്ളൂ. ഇല്ലാത്ത പക്ഷം അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇതാണിപ്പോൾ ഇതിൽ കിടക്കുന്ന ക്ലച്ച് സെറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയത്. തേയ്മാനം വന്നു തുടങ്ങി. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ്. ഇല്ലാതെ കംപ്ലീറ്റ് റേസ് ആവുന്നതല്ല. പക്ഷേ ക്ലച്ച് പെഡൽ ഭയങ്കര ഹാർഡാണ് ഇതിനകത്ത്. മനസ്സിലായി, ഇതിൽ ഇട്ടിരിക്കുന്നത് ലൂക്കിൻ്റെ ഒരു ക്ലച്ചാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. നേരത്തെ നമുക്ക് എന്തായാലും ഒറിജിനൽ ക്ലച്ച് തന്നെ ഇതിനകത്ത് കയറ്റാം. ഈ സൈഡൊക്കെ ഉണ്ട്. ആ ഇൻഡിക്കേഷൻ വിയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി. വേണ്ട, എന്തായാലും മാറ്റേണ്ട കണ്ടീഷൻ ആയിട്ടുണ്ട് ക്ലച്ച് കവർ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലച്ച് സെറ്റ് മാറ്റാം. റിലീസ് ബെയറിങ്ങും സിലിണ്ടറും മാറ്റാം നമുക്ക്.
പിന്നെ ഫ്ലൈ വീൽ അഴിക്കുന്നുള്ളൂ. ഫ്ലൈ വീൽ അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിയർ എൻഡ് ഓയിൽ സീൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഓയിൽ സീൽ നമുക്ക് ഇതിനകത്ത് മാറ്റാം. അപ്പോൾ തന്നെ ആ ലീക്കിൻ്റെ കംപ്ലീറ്റ് വർക്ക് നമുക്ക് ഇതിനകത്ത് ഫിനിഷ് ആവുള്ളൂ. പിന്നെ അവിടെ നിന്ന് ലീക്ക് വരാനുമില്ല, വേറെ ലീക്കൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത്. അപ്പോൾ ഓയിൽ സീൽ നമുക്ക് ഒറിജിനൽ തന്നെ മേടിക്കണം. ഒറിജിനൽ ഓയിൽ സീൽ ഏകദേശം 600 ചില്ലാൻ രൂപ എങ്ങാണ്ടോ വില വരുന്നുണ്ട് ഒറിജിനൽ ഓയിൽ സീലിന്. എന്തായാലും നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ക്രാങ്ക് ഓയിൽ സീൽ നമ്മൾ അയച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലീക്ക് തന്നെ ക്രാങ്കിൻ്റെ ആ സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഓയിൽ സീൽ പോയതാണത്. ഇതാണിപ്പോൾ ഓയിൽ സീൽ വരുന്നത്. നമ്മളിപ്പോൾ അയച്ചതിൻ്റെ ഡാമേജാണ് കാണുന്നത്, പക്ഷേ നല്ലവണ്ണം ലീക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ സീലും കൂടെ ഇതിനകത്ത് മാറിവിടാം. അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഏകദേശം 650-700 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അത് സീൽ എത്തിയിട്ടില്ല. സീൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. MGPൻ്റെ ഒറിജിനൽ തന്നെയാണ് ഇതിനകത്ത് കയറ്റുന്നത്. ഇതിൻ്റെ ക്ലച്ച് സെറ്റ് എടുത്തിട്ടുണ്ട്. റിലീസ് ബെയറിംഗ് MGP ഒറിജിനൽ തന്നെ എടുത്തിട്ടുണ്ട്. 3590 രൂപ വരുന്നുണ്ട് ഒറിജിനൽ. അതുപോലെ തന്നെ ഇത് ക്ലച്ച് ഡിസ്ക്കാണ് 1950. നേരത്തെ ഇത് രണ്ടും സെറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് ക്ലച്ച് കവർ അസംബ്ലി 1330 രൂപ വരുന്നുണ്ട്. എല്ലാം MGPയുടെ ഒറിജിനലാണ്. ഓയിൽ സീൽ എത്തണം. ഓയിൽ സീൽ കയറ്റിയാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ സീൽ വന്നിരിക്കുന്നത് ഒറിജിനൽ തന്നെയാണ്. അത് ഏകദേശം 900 രൂപ വരുന്നുണ്ട്. നല്ല റേറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അതിനകത്ത് കയറ്റാം. കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് കയറ്റണം. നമ്മുടെ സാധാ സീൽ അടിക്കുന്ന പോലെ അടിക്കാതെ കറക്റ്റായിട്ട് കയറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ സീൽ ഡാമേജ് ആവും. അപ്പോൾ നോക്കിയിട്ട് വേണം കയറ്റാനായിട്ട്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ വീൽ സിലിണ്ടർ സ്റ്റക്ക് ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ആ സൈഡ് ഉണ്ട്, കുഴപ്പമില്ല. ഈ സൈഡ് മാത്രം സ്റ്റക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ബ്രേക്ക് ഷൂ ഫുള്ള് ഡാമേജാണ്. കംപ്ലീറ്റും പൊട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഷൂ കിറ്റ് കംപ്ലീറ്റും ബ്രേക്ക് ഷൂ കിറ്റ് കംപ്ലീറ്റും മാറ്റണം. അപ്പോൾ എന്തായാലും നമുക്കിത് എടുത്തിട്ട് മാറ്റി വിടാം. അതുപോലെ തന്നെ ഈ സൈഡിലെ സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലിങ്ക് റോഡ്, പഴയ ലിങ്ക് റോഡ്. ഈ സൈഡ് മാത്രം നല്ല ഹെവി ഷെയ്ക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കിടുകിടുന്നുള്ളൊരു സൗണ്ട് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മാറ്റിയിട്ടുണ്ട്. ലിങ്ക് റോഡ് ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 580 രൂപ MRP വരുന്നുണ്ട്. അത് ഓയി തന്നെയാണ്. ഓയി മാരുതിയുടെ ജെന്യൂൻ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ സൈഡിലെ ലോവർ ആം അസംബ്ലിയും അതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലോവർ ആം അസംബ്ലി അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റ് നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ലോവർ ആം അതുപോലെ ബോൾ ജോയിൻറ്റ് ഹെവി ആയിട്ട് ഷെയ്ക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് മാറിയത്. ബാക്കി ഫ്രണ്ട് സസ്പെൻഷൻ വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് റിയറിലെ ബ്രേക്ക് ഷൂ മാറണം. അതിൻ്റെ സിലിണ്ടർ മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക് ഷൂ മാത്രം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറണം. ഗിയർ ബോക്സ് എല്ലാം വർക്ക് കംപ്ലീറ്റ് ആയി തിരിച്ച് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഫിറ്റിങ്സ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ EGR മാനിഫോൾഡ് കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ ലീക്കായിരുന്നു മെയിൻ പ്രശ്നം. അതിൻ്റെ ഓയിൽ ലീക്ക് കംപ്ലീറ്റ് നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് കവറിൻ്റെ വരുന്ന ഒരു ഡമ്മി കവറിൽ വരുന്ന സീലൻ്റ് പോയിട്ടുണ്ട്. അതിൽ കൂടെയാണ് മെയിനായിട്ട് ലീക്ക് വന്നുകൊണ്ടിരുന്നത്. അത് നമ്മൾ അഴിച്ച് റീസീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ സെപ്പറേറ്ററിൻ്റെ ഹോസുകളും മാറ്റിയിട്ടുണ്ട്. പിന്നെ റിയർ എൻഡ് ഓയിൽ സീലാണ്. ഗിയർ ബോക്സിനുള്ളിൽ വരുന്ന ഫ്ലൈ വീലിൻ്റെ ബാക്കിൽ വരുന്ന ക്രാങ്കിൻ്റെ റിയർ എൻഡ് ഓയിൽ സീൽ, മെയിൻ ഓയിൽ സീൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. നല്ല ലീക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്ലച്ച് ഡിസ്ക്, റിലീസ് ബെയറിങ് അതും മാറ്റിയിട്ടുണ്ട്. ഡ്രൈവ് ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ലോവർ ആം അസംബ്ലി ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ ലിങ്ക് റോഡും മാറ്റിയിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷൂ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തന്നില്ല, പൊട്ടി നിൽക്കുമായിരുന്നു. ആ ബ്രേക്ക് ഷൂ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീലിൻ്റെ സിലിണ്ടറും നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വീൽ സിലിണ്ടറും ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കാണ് നമ്മൾ റിയറിൽ ചെയ്തിരിക്കുന്നത്. വേറെ സസ്പെൻഷൻ പാർട്സിനൊന്നും കംപ്ലൈൻറ്റ് ഇല്ല. ഇതിപ്പോൾ ലോവർ ആം നമ്മൾ മാറ്റി ലോവർ ആമാണത് അല്ലേ. ഇത് കംപ്ലീറ്റ് നല്ല ഷെയ്ക്കാണ്. അതാണ് കട എന്നുള്ള സൗണ്ട് ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കണം. പിന്നെ എയർ ഫ്ലോ സെൻസർ ക്ലീൻ ചെയ്തിട്ടില്ല, അതൊന്ന് ക്ലീൻ ചെയ്യണം. ഇൻ്റർകൂളറും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്.
ഈ 2 കാര്യമാണ് ബെൻഡിങ്ങിലുള്ളത്. ബാക്കിയുള്ള എഞ്ചിൻ്റെ ഭാഗത്തുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 2 ആഴ്ച ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് അടിച്ച് നോക്കാം. പിന്നെ ടൈമിംഗ് കിറ്റ് ഇവർ നേരത്തെ 1:10 മാറിയത് കൊണ്ട് നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഡ്രൈവ് ഷാഫ്റ്റും മാറിയിട്ടുണ്ട്. ഡ്രൈവ് ഷാഫ്റ്റും നല്ല സൗണ്ടായിരുന്നു, കട്ട നട്ടിക്കുകയായിരുന്നു ഡ്രൈവ് ഷാഫ്റ്റ്. ആണ് ഡ്രൈവ് ഷാഫ്റ്റ് കിടക്കുന്നത്. നേരത്തെ തന്നെ കംപ്ലൈൻറ്റ് ആയിട്ട് അവർ ഇട്ട് കെട്ടി ഇതാക്കി വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഡ്രൈവ് ഷാഫ്റ്റ് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഡീസൽ ഫിൽറ്ററിൻ്റെ അവിടെ നിന്നും ഹെവി ആയിട്ട് ലീക്ക് ഇങ്ങനെ ഔട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡീസൽ ഫിൽറ്ററും മാറ്റുന്നുണ്ട്. ഡീസൽ ഫിൽറ്റർ ഇതിൻ്റെ മൊത്തം മാറ്റിയിട്ടില്ല, കാണുമ്പോൾ മാറ്റാത്ത മാതിരി ഉണ്ട്. എന്നാലും നമുക്ക് അതും ഒന്ന് അഴിച്ച് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ EGR മാനിഫോൾഡ് അതുപോലെ തന്നെ ഓയിലിൻ്റെ ലീക്കുകൾ കാര്യങ്ങളുണ്ടായിരുന്നു, ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര പുള്ളിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് വലിപ്പിക്കുമ്പോൾ വണ്ടി പതുങ്ങിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഗിയറിൽ അങ്ങനെ കുറച്ചുകൂടെ പോകും, സെക്കൻഡ് ഗിയറിലാകുമ്പോൾ പതുങ്ങി പോകുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് പക്കായി കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് കാല് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ക്ലച്ച് കൂടെ മാറിയപ്പോൾ ക്ലച്ച് പെടലും ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ടായിരുന്നു, ആ സൗണ്ട് ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ല. കടപടാന്ന് സൗണ്ട് ഉണ്ടായിരുന്നു. അത് ലോവർ ആമിൻ്റെ പോയതും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ലിങ്ക് റോഡ് പോയതിൻ്റെയും കംപ്ലൈൻ്റ് ആണ് ആ സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഫുൾ ടേൺ ചെയ്തെടുക്കുമ്പോൾ ഒരു പടക്കെന്ന് പറഞ്ഞാൽ പൊട്ടുന്ന സൗണ്ടും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പക്ക സോൾവ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കിൻ്റെ കാര്യം ഇത്രയും ചെയ്തതുകൊണ്ട് ഒന്നുകൂടെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് ലീക്ക് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്താണെന്നുള്ളത് പക്കയായിട്ടൊന്ന് നോക്കാനുണ്ട്. അതാണ് ഇനിയിപ്പോൾ പെൻഡിങ് ഉള്ളത്. ബാക്കി വർക്കിങ്ങിലെല്ലാം ഓക്കെ തന്നെയാണ്. അതുപോലെ തന്നെ റഫ് റോഡിലാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കൂടുതലും വന്നത് സൗണ്ട്. വണ്ടി ഓക്കെയാണ്. പക്ഷേ സ്റ്റിയറിംഗ് വീല് ചെറുതായതുകൊണ്ട് ഓടിക്കാനൊരു ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. എങ്കിലും നമുക്ക് വലിയ സ്റ്റിയറിംഗ് വീല് പിടിച്ചിട്ട് ഇത് പിടിക്കുമ്പോൾ ഒരു നമുക്ക് കൈക്കൊരു എരിയില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ പഴയ മോഡൽ വണ്ടിക്ക് പൊതുവെ സ്റ്റിയറിങ്ങിനൊരു ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ സ്വിഫ്റ്റ് വരുന്ന ആ ഒരു ടൈറ്റ്നെസ്, ഫ്രീനെസ് അതിനകത്ത് കിട്ടില്ല. പിന്നെ വീൽ അലൈൻമെൻറ്റിനും കൂടെ ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആണെന്ന് വെച്ചാൽ ഫ്രണ്ടേജ് കംപ്ലീറ്റ് അഴിച്ചതുകൊണ്ട് അലൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വീൽ അലൈൻമെൻറ്റും കൂടെ ബാലൻസ് ഉണ്ട്. ബാക്കി എല്ലാവർക്കും ഇതിനകത്ത് ഓക്കെയാണ്. നമ്മൾ ആ മാനിഫോൾഡും EGRും തന്നെ അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഫ്രഷ്നെസ് നമ്മൾ കയ്യിൽ പിടിച്ചിങ്ങനെ ഓടിക്കുമ്പോൾ നമ്മൾ ആക്സേഷൻ കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു പുള്ളിങ് എല്ലാം കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ഞാൻ മാരുതിയുടെ വണ്ടി മാത്രമല്ല കേട്ടോ, ഏത് വണ്ടി വന്നാലും ഇനിയിപ്പോൾ പോളോ ആണെന്നുണ്ടെങ്കിൽ ഓൾസോ ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ ടാറ്റ ആണെങ്കിലും ശരി, ഫിയറ്റ് ആണെങ്കിൽ ശരി, ഏത് വന്നാലും ഡീസൽ വണ്ടി വന്നാൽ മെയിനായിട്ട് ഞാൻ ഒന്നിൽ അറ്റ്ലീസ്റ്റ് എയർ ഫ്ലോ സെൻസറും എയർ മാസ് സെൻസറും എങ്കിലും അഴിച്ച് ക്ലീൻ ചെയ്യും. എല്ലാ വണ്ടിക്കും സർവീസിന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടേ ഞാൻ കയറ്റിയിട്ട വണ്ടി വിടുള്ളൂ. അത് മാത്രമല്ല ഈ കറക്റ്റ് കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മാനിഫോൾഡ് EGRും കൂടെ ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്ത്. അപ്പോൾ വണ്ടിക്ക് ഭയങ്കര ഒരു ഫീലാണ് ഓടിക്കാനായിട്ട്. വണ്ടി ഓടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് തന്നെ ഓടിക്കണം, അല്ലാതെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചിട്ട് കാര്യമില്ല. വണ്ടി അതിൻ്റേതായ ഫീലിൽ ആസ്വദിച്ച് തന്നെ ഓടിക്കണം, എന്നാൽ തന്നെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഡ്രൈവിംഗ് ആണെങ്കിലും ശരി, നമ്മൾ ഓടിക്കുമ്പോഴാണ് ശരി, പോകുന്ന യാത്ര ആണെങ്കിലും ശരി, പക്ക ഒരു ഫീലായിരിക്കും. വണ്ടി പക്ക ആയിരിക്കണം എപ്പോഴും. RPM മീറ്ററിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം 1ൽ സ്റ്റില്ലായി നിൽക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഇറങ്ങി ഇതിപ്പോൾ RPM മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 0ൽ വന്ന് നിന്നിട്ടാണ് RPM മീറ്റർ വർക്ക് ആകുന്നത്. പക്ഷേ നേരത്തെ അത് കറക്റ്റ് വർക്കിംഗ് ആയിരുന്നു. അതൊന്ന് എന്താണെന്നുള്ളതൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം, എന്നാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് വിടിച്ച് വീണ്ടും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. എന്താണെന്നുള്ളത് എന്തായാലും ഒന്ന് കറക്റ്റായിട്ട് നോക്കണം. അത് RPM മീറ്റർ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ 2000 RPMലാണ് പോകുന്നത്, പക്ഷേ 1000 കാണിക്കുന്നത്. കാലെടുത്ത ഉടനെ ഫുള്ള് ഡൗൺ ആവുകയാണ്. മീറ്ററിൽ എന്തോ ഒരു ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. പിന്നെ ബാക്കി എല്ലാ പാവും ഗുഡ് തന്നെയാണ്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, എഞ്ചിൻ ബെഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. കസ്റ്റമർക്ക് വലിയ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ട് ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് ഇൻഫോം ചെയ്യാം അവിടെ. എന്താ വെച്ചാൽ അറിയിച്ചിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതും കൂടെ മാറ്റി കൊടുക്കുക. എന്താ വെച്ചാൽ ലോങ് ഒന്ന് വന്നതാണ്, നമുക്ക് എല്ലാ ഭാഗവും ക്ലിയർ ആവുന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് വന്നതാണ് അവർ. അപ്പോൾ ആ ഭാഗം എല്ലാം ക്ലിയർ ആക്കി കൊടുക്കാം നമുക്ക് വണ്ടി. പിന്നെ ബാക്കി ഓടിക്കാനൊക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ കസ്റ്റമറുടെ അടുത്ത് തന്നെ ചോദിച്ച് തന്നെ മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ തന്നെ ഓടിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.